നമസ്കാരം. 50-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് നേരെ പ്രതിപക്ഷത്തിന്റെയും സഖ്യകക്ഷികളുടെയും കുറ്റാരോപണം ശക്തമായി. കൃത്യമായ ഉത്തരങ്ങളില്ലാതെ മരവിച്ച അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ സഹായധനം നൽകിയെങ്കിലും ഇതുവരെ ദുരന്ത സ്ഥലം മുഖ്യമന്ത്രി നേരിൽ സന്ദർശിക്കാത്തതും ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടി. വെള്ളിയാഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ശാസനയും കൂടിയായപ്പോൾ മുഖ്യമന്ത്രിക്കും DMK സർക്കാരിനും കനത്ത തിരിച്ചടിയായി. വിഷമദ്യ ദുരന്തം നിസ്സാരമായി കാണാനാകില്ലെന്നും മുമ്പ് നടന്ന മദ്യ ദുരന്തത്തിന് ശേഷം ഇത്തരം സംഭവങ്ങൾ തടയാൻ എന്ത് നടപടി സ്വീകരിച്ചെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. പ്രതിപക്ഷമായ അണ്ണാ DMK മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച നിയമസഭയിൽ ബഹളമുണ്ടാക്കി. സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവരെ തിരികെ വിളിച്ച് രംഗം ശാന്തമാക്കേണ്ട അവസ്ഥയാണ് സ്റ്റാലിനുണ്ടായത്. BJPയും DMK സർക്കാരിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്റ്റാലിൻ രാജിവെക്കണമെന്ന് വിവിധ കക്ഷികൾ ആവശ്യപ്പെടുന്നു. മകനും മന്ത്രിയുമായ ഉദയനിധിയെയാണ് സ്റ്റാലിൻ ധനസഹായ തുകയുടെ ചെക്കുകളുമായി കള്ളക്കുറിച്ചിയിലേക്ക് അയച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ട് തേടി സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്ന സ്റ്റാലിൻ വലിയ ദുരന്തം നടന്നപ്പോൾ എന്തുകൊണ്ടെത്തിയില്ല എന്നും പ്രദേശവാസികൾ ചോദിച്ചു. ദുരന്തത്തിൽ ഉന്നതോദ്യോഗസ്ഥരുമായി യോഗം നടത്തുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും റിട്ടയർഡ് ജഡ്ജി ഗോകുൽദാസിനെ ഏകാംഗ കമ്മീഷനായി നിയമിക്കുകയും മരിച്ചവരുടെ കുട്ടികളുടെ പഠന ചെലവ് വഹിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സർക്കാരിന് സാധിക്കാത്ത സ്ഥിതിയാണ്. വ്യാജമദ്യത്തിന് പിന്നിൽ DMK ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെയും പോലീസിന്റെയും അറിവോടെയാണ് മദ്യവിൽപ്പനയെന്നാണ് പരാതി. ടാസ്മാക് മദ്യശാലകളിലെ ഉയർന്ന വിലയാണ് പാവങ്ങളെ വ്യാജമദ്യം തേടിപ്പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നും പറയുന്നു. സംസ്ഥാനത്തെ മദ്യനിർമ്മാണശാലകളുടെ ഉടമകളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ നേതാക്കളാണെന്നതും പരസ്യമായ രഹസ്യമാണ്. തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനമായിക്കൂടെന്ന് മദ്രാസ് ഹൈക്കോടതി ഇതിനു മുമ്പും പലതവണ ചോദിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ DMKയും അണ്ണാ DMKയും മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് വാഗ്ദാനം നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും മദ്യവിൽപ്പന പഴയതിനേക്കാൾ കൂടി. ചെന്നൈയിൽ നിന്ന് 250 കിലോമീറ്ററോളം അകലെ കള്ളക്കുറിച്ചി പട്ടണത്തിനടുത്തുള്ള കരുണാപുരത്താണ് മദ്യദുരന്തമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പകലുമായി വ്യാജ മദ്യ വിൽപ്പനക്കാരിൽ നിന്ന് പാക്കറ്റ് ചാരായം വാങ്ങിക്കഴിച്ച കൂലിവേലക്കാരാണ് ദുരന്തത്തിനിരയായത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ഉടനെ തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 10ഓളം പേരെ രാത്രി തന്നെ കള്ളക്കുറിച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബുധനാഴ്ച കൂടുതൽ പേർ ആശുപത്രികളിലെത്തി. വ്യാജമദ്യ വിൽപ്പന നടത്തിയ കണ്ണുക്കുട്ടി എന്ന ഗോവിന്ദരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് 200 ലിറ്റർ മദ്യവും പിടിച്ചു. അതിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതാനും പേർ മരിച്ചത് വിഷമദ്യം കാരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് കളക്ടർ ശ്രാവൺകുമാർ ബുധനാഴ്ച വൈകിട്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നത്. പലരും പല ലക്ഷണങ്ങളോടെയാണ് ആശുപത്രിയിൽ എത്തിയതെന്നും ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാവൂ എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്.